2012 ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന നടന്നത് ചാലക്കുടിയിലാണ്. ക്രിസ്മസ് തലേന്ന് 23.27 ലക്ഷം രൂപയുടേതും പുതുവർഷ തലേന്ന് 19.68 ലക്ഷം രൂപയുടേതും മദ്യം ചാലക്കുടിയിലെ കുടിയന്മാർ കുടിച്ചു തീർത്തു. പുതുവർഷ തലേന്ന് 19.68 ലക്ഷം രൂപയുടെ മദ്യം വിറ്റ് പൊന്നാനിയാണ് രണ്ടാമത്. റെക്കോർഡുകളുണ്ടാകുന്ന ഡിസംബർ മാസത്തിലെ കണക്കനുസരിച്ച് 2011 2012 85.55 കോടിയുടെ അധിക വിൽപ്പനയുണ്ടായി. ഇതോടെ കേരളത്തിലെ മദ്യക്കച്ചവടത്തിൽ 2.5 കോടി രൂപയുടെ കുറവുണ്ടെന്ന എക്സൈസ് വകുപ്പിന്റെ വാദങ്ങൾ പൊളിയുകയാണ്. 2011-2012 വർഷം ആകെ 7,860.12 കോടി രൂപയുടെ മദ്യമാണ് മലയാളികൾ കുടിച്ചു തീർത്തത്. കള്ളിൻ്റെയും കൺസ്യൂമർ ഫെഡ് വഴി വിറ്റ മദ്യത്തിൻ്റെയും കണക്കുകൾ ചേർക്കാതെയാണിത്. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വിദേശ മദ്യങ്ങളിൽ 16% കുടിച്ചു തീർക്കുന്നത് നമ്മൾ മലയാളികളാണെന്നും കണക്കുകൾ പറയുന്നു. മദ്യ ഉപയോഗത്തിനെതിരെ സർക്കാർ സംഘടിപ്പിച്ച പരിപാടികൾ കോടികൾ നഷ്ടപ്പെടുത്തിയതല്ലാതെ ഒരു പ്രയോജനവുമില്ലെന്നാണ് ഈ വർദ്ധിപ്പിക്കുന്ന കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. അഡ്വക്കേറ്റ് DB ബിനു. അപ്പോൾ ഇതൊരു വരുമാന സ്രോതസ്സായി മാത്രം കാണുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത്. അതുകൊണ്ടാണ് അവർ അനൗദ്യോഗികമായ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ഈ മദ്യത്തിൻ്റെ വിൽപ്പന കൂട്ടണമെന്നാണ്. അതിന് പ്രത്യേകമായ ആനുകൂല്യങ്ങൾ നൽകുന്നു. ഒരു വശത്ത് അങ്ങനെ പറയുമ്പോൾ മറുവശത്ത് ഞങ്ങൾ മദ്യത്തിനെതിരെ സന്ധിയില്ലാ സമരം നടത്തുന്നു എന്ന് ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അവരുടെ പ്രഖ്യാപനവും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വലിയ അന്തരം ഇതിലൂടെ നമുക്ക് ബോധ്യമാകും. ഗവൺമെൻറ് ഇതിൽ വളരെ ക്രിയാത്മകമായി പ്രതികരിക്കേണ്ട സമയം. മദ്യ ഉപയോഗം കുറക്കുന്നതിനായുള്ള ബോധവൽക്കരണത്തിനായി കൊച്ചി മെഡിക്കൽ കോളേജിൽ അഡിക്ഷൻ സെന്റർ ആരംഭിച്ചത് മാത്രമാണ് സർക്കാർ നടപ്പിലാക്കിയ ഏക മദ്യവിരുദ്ധ പ്രവർത്തനം. മദ്യത്തിലൂടെയുള്ള വരുമാനം സർക്കാരിന് വേണം, എന്നാൽ മദ്യാസക്തി കുറയ്ക്കുകയും വേണം. അധിക വരുമാനം മദ്യവിൽപ്പനയിലൂടെ എന്ന സർക്കാർ നയം തിരുത്തിയില്ലെങ്കിൽ ചാലക്കുടിയും കരുനാഗപ്പള്ളിയും ആവർത്തിക്കും. നിതിൻ ചെണ്ടയാട്, കൊച്ചി, ഇന്ത്യ വിഷൻ.